സച്ചി, വനവാസം എന്നത് ഒരിടവേള മാത്രമാ, അവസാനമല്ല. സ്ഥാനാരോഹണം വീണ്ടും നടക്കും. കാലം മൂടിവെച്ച സത്യത്തിന്റെ കഥ പൈങ്കിളി പാടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ചികിത്സ കഴിഞ്ഞ് അർദ്ധനാരീശ്വർ പ്രതിഷ്ഠയ്ക്ക് മുമ്പില് ആത്മസമർപ്പണ പൂജ. അത് തീരുമ്പോ ഓർമ്മയും തിരിച്ചു കിട്ടും. ഗോകുൽ സാറിന്റെ ഏറ്റവും വലിയ ദുഃഖം ഇത്. അവരിവിടെ വരുന്നത് ചികിത്സയിലേക്ക് മാത്രമല്ല, അവളുടെ സത്യത്തിലേക്ക് കൂടിയാ. എല്ലാം ശുഭമാവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ സ്വാമിജി, ചില അത്യാവശ്യ കേസുകളുണ്ട്. എങ്ങനെ വന്നത്? അത് ഒരു ഫ്രണ്ടിന്റെ അല്ല, ടാക്സിയില്ല. ആരതിമോളുടെ സുഹൃത്ത് അല്ലേ? ആ അതെ സ്വാമിജി. പേര് സച്ചിദാനന്ദൻ. ഓ, സത്യബോധത്തിന്റെ ആനന്ദരൂപമായ നാമമാണ് നിന്റേത്. ഇവിടെ വരെ വന്നിട്ടും എന്തേ അകത്തേക്ക് വന്നില്ല? ഞാൻ വിളിച്ചതാ സ്വാമിജി, അപ്പൊ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? സ്വാമിജി ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല. ഓരോ കണ്ടുമുട്ടലിന്റെയും മുഹൂർത്തം കാലം നിശ്ചയിക്കുന്നതാ. സമയമാവാതെ ആ മുഹൂർത്തത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് പറ്റില്ല. അതും നിയോഗം. സ്വാമിജി പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ അതിനുള്ള സമയമായില്ലെന്ന്. ആവുമ്പോ എല്ലാം സ്വയം മനസ്സിലായിക്കോളും. ലക്ഷണം കൊണ്ട് ഒരു ഡ്രൈവറുടെ മുഖവും ശരീരഭാഷയല്ല. ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായില്ല അല്ലേ? ഇല്ല സ്വാമിജി, ആദ്യം വേറെ ജോലിയായിരുന്നു, പിന്നെയാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. വരൂ, ഇരിക്ക. ഇരിക്ക. പാണ്ഡവർക്ക് 12 വർഷം വനവാസം, പിന്നൊരു വർഷം അജ്ഞാതവാസം. ശ്രീരാമന് 14 വർഷം. താനിപ്പോ 10 സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. വനവാസം പോയി, ഇത് അജ്ഞാതവാസകാലമാ. രാജാധികാരവും സമ്പത്തും തിരിച്ചു വരാനുള്ള സൂചനകൾ കാണുന്നുണ്ട്. അയ്യോ, ഞാൻ സച്ചിയെ കുറിച്ചൊന്നും സ്വാമിജിയോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. വെറുതെ എന്നെ നോക്കണ്ട. വലിയ ഉയർച്ചയിൽ നിന്ന് താഴേക്ക് വീണപ്പോ നഷ്ടങ്ങൾ ഒരുപാടുണ്ടായി അല്ലേ? അതെ സ്വാമിജി. മനുഷ്യനെ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്ന സമ്പത്ത് ഒരു നിമിഷം കൊണ്ട് അതേ മനുഷ്യനെ ശൂന്യതയിലേക്ക് തള്ളുകയും ചെയ്യും. അത് വിധിയുടെ ഒരു ക്രമമാണ്. നമുക്കത് തടയാനാവില്ല. എന്നാൽ കാലം തന്നെ അത് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും. സ്വാമിജി, ഞാൻ എന്തായാലും സച്ചിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം. അടുത്ത തവണ വരുമ്പോ അകത്തേക്ക് വരണം. സച്ചി, വനവാസം എന്നത് ഒരിടവേള മാത്രമാ, അവസാനമല്ല. സ്ഥാനാരോഹണം വീണ്ടും നടക്കും. കാലം മൂടിവെച്ച സത്യത്തിന്റെ കഥ പൈങ്കിളി പാടാൻ തുടങ്ങുന്നതേ ഉള്ളൂ.
അങ്ങനെ ആ രാജകുമാരി തന്റെ പഴയ കൊട്ടാരവും അച്ഛനെ അമ്മയൊക്കെ മറന്നുപോയി മോളെ. എന്നിട്ടോ ആ രാജകുമാരി അവർ ഓർത്തില്ലേ? ഇല്ല. ആദ്യമൊക്കെ അവരൊരുപാട് വിഷമിച്ചു. പക്ഷെ പുതിയ കൊട്ടാരത്തിലെ രാജാവും കുഞ്ഞും അവളെ പൊന്നുപോലെ നോക്കി. പഴയതൊന്നും ഓർമ്മയില്ലെങ്കിലും അവൾ അവിടെ വലിയ സന്തോഷവതിയായിരുന്നു. അപ്പോ പിന്നെ ഒരിക്കലും പഴയ അച്ഛൻ അവളെ തിരക്കി വന്നില്ലേ? ആ രാജകുമാരിയെ തിരിച്ചു കൊണ്ടുപോവാൻ ആരെങ്കിലും വന്നാ നമ്മുടെ രാജാവ് എന്ത് ചെയ്യും? അത് മോളെ, സ്നേഹമുള്ളിടത്തല്ലേ ദൈവം കൂടെ നിൽക്കൂ. ഈ രാജാവിന്റെ സ്നേഹം സത്യമാണെങ്കിൽ ആരും അവളെ കൊണ്ടുപോവില്ല. എൻ്റെ കൊട്ടാരത്തിലെ ഈ സന്തോഷം ഇനി എത്ര നാളുണ്ടാവും സമൃദ്ധ? നിനക്ക് നിന്റെ പഴയ ജീവിതം തിരിച്ചു കിട്ടുമ്പോൾ ഈ ഗോകുലിനെയും ഗൗരി മോളെയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവോ? എൻ്റെ മോൾക്ക് അമ്മയെ നഷ്ടപ്പെടുമോ? സമൃദ്ധയോടുള്ള ചതി ഇനിയും തുടരണോ? സമൃദ്ധിക്ക് ഓർമ്മ വന്ന് അവൾ ഞങ്ങളെ വെറുക്കുമോ? അതോ കുറ്റപ്പെടുത്തുമോ? എന്തായാലും അവൾക്ക് ഞങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സമൃദ്ധി എനിക്കാരാ? ആ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ വ്യക്തമായൊരു ഉത്തരവില്ല. പക്ഷേ ആരൊക്കെയോ ആണ്. അതിനുമപ്പുറം എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്. അവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. എൻ്റെ മോൾക്ക് സമൃദ്ധിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഈശ്വര, ഇവിടെ ഞാൻ എന്ത് തീരുമാനമെടുക്കും? നല്ലതുപോലെ ഒന്ന് ആലോചിക്കും മോനെ. ഇതൊക്കെ വേണോ? ഉള്ള സന്തോഷവും സമാധാനവും വെറുതെ തല്ലിക്കെടുത്തണോ? ഓർമ്മ കിട്ടിക്കഴിഞ്ഞ അവൾ ഈ വീട്ടിൽ ഉണ്ടായില്ലെങ്കിലോ? ഗൂഗിൾ